നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. ആയുർവേദത്തിന്റെ കുലദൈവമായ ധന്വന്തരി മൂർത്തി രോഗശാന്തിക്കായി മുക്കുടി നിവേദ്യം പ്രസാദമായി നൽകുന്ന നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം ഭാരതത്തിലെ അപൂർവം ധന്വന്തരി ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇവിടുത്തെ നെല്ലുവായ് വൈകുണ്ഠ സ്വർഗവാതിൽ ഏകാദശി ഡിസംബർ 30 ചൊവ്വാഴ്ചയാണ് നടക്കുക. സത്യം സത്യം വദാമ്യഹം. ആയുർവേദത്തിന്റെ കുലദൈവമായ ധന്വന്തരി മൂർത്തി രോഗശാന്തിക്കായി മുക്കുടി നിവേദ്യം പ്രസാദമായി നൽകുന്ന നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം ഭാരതത്തിലെ അപൂർവം ധന്വന്തരി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മഹാവിഷ്ണുവിന്റെ അവതാരവും രോഗനിവാരണ ദൈവവുമായ ധന്വന്തരി കുടിയിരിക്കുന്ന തൃശൂർ ജില്ലയിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ നെല്ലുവായ് ഗ്രാമത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ക്ഷേത്രത്തിന് നേരെ മുന്നിൽ വലിയൊരു അരയാൽ മരമുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു. അരയാൽ ത്രിമൂർത്തി സങ്കല്പമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും ഭാഗങ്ങളിലായി 2 കുളങ്ങളുണ്ട്. ആദ്യത്തെ പ്രധാന കുളം ശാന്തിക്കാരും ഭക്തരും ഈ കുളത്തിൽ കുളിക്കും. രണ്ടാമത്തേത് കൊക്കരണിക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. പടിഞ്ഞാറേ നടയിൽ തന്നെ ഒരു വലിയ ഗോപുരം, അകത്തേക്ക് കടന്നാൽ വലിയ നടപ്പുര. കൊടിയേറി ഉത്സവം ഇല്ലാത്തതിനാൽ ക്ഷേത്രത്തിൽ കൊടിമരം ഇല്ല. കിഴക്കേ നടയിൽ ദേവസ്വം വക ആയുർവേദ ഡിസ്പെൻസറിയും പ്രവർത്തിക്കുന്നു. തെക്ക് കിഴക്ക് മൂലയിലായി ഒരു കൊച്ചു ശ്രീകോവിൽ പണിതിട്ടുണ്ട്. അവിടെയാണ് ചെറുദേവരുടെയും വരാഹമൂർത്തിയുടെയും പ്രതിഷ്ഠകൾ. ചെറുദേവർ വിഷ്ണു സങ്കല്പത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. അവിടെയുള്ള വരാഹമൂർത്തിയുടെ വിഗ്രഹം അതിവിശേഷമാണ്. തേറ്റയിൽ ഭൂമിദേവിയെ ഉയർത്തി നിൽക്കുന്ന ചതുർബാഹുവായ ഭഗവാനാണ് ഇവിടെ വരാഹമൂർത്തി. അത്യപൂർവമായ ഈ പ്രതിഷ്ഠ പ്രദക്ഷിണം വെച്ചു വരുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കിഴക്കോട്ട് ദർശനമായും മറ്റൊരു ചെറിയ ശ്രീകോവിൽ കാണാം. അയ്യപ്പസ്വാമിയാണ് ഇവിടെ പ്രതിഷ്ഠ. ആദ്യകാലത്ത് നാലമ്പലത്തിനകത്തിനിരുന്ന് അയ്യപ്പന് ദേവപ്രശ്നത്തിന് ശേഷമാണ് പുറത്തേക്ക് മാറ്റിയിരുന്നത്. 2 അടി ഉയരം വരുന്ന അയ്യപ്പന്റെ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ശബരിമലയിലെ രൂപവുമായി നല്ല രൂപസാദൃശ്യം ഇവിടുത്തെ വിഗ്രഹത്തിന് ഉണ്ട്. ധന്വന്തരി വിഗ്രഹം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കളായി വസുദേവരും ദേവകിയും പൂജിച്ചതാണെന്ന് വിശ്വസിച്ചു വരുന്നു. ഈ വിഗ്രഹം ക്ഷേത്രത്തിലെത്താൻ കാരണമായ ഒരു കഥയുണ്ട്. വേദത്തിന്റെ നാഥനായ ധന്വന്തരിക്ക് ഒരു ക്ഷേത്രം പണിയണമെന്ന് നെല്ലുവായ് ദേശവാസികൾ തീരുമാനിച്ചു. അവിടെ പ്രതിഷ്ഠിക്കാൻ ഉചിതമായ ഒരു വിഗ്രഹത്തിനായി അടുത്തുള്ള മുരിങ്ങാത്തീരി എന്ന സ്ഥലത്ത് ഒരു ചെറിയ കുന്നിൽ നിന്നും കൃഷ്ണശില കൊണ്ടുവന്ന് അതിൽ വിഗ്രഹം പണിയിച്ചു. തുടർന്ന് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നതിനിടയിൽ എവിടെ നിന്നോ 2 തേജോന്മയരായ ബാലന്മാർ മുന്നിൽ വരികയും പ്രതിഷ്ഠിക്കാൻ നിശ്ചയിച്ച വിഗ്രഹത്തേക്കാൾ ദിവ്യമായ ഒരു വിഗ്രഹമുണ്ടെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് അവരോടൊപ്പം അടുത്തുള്ള പറമ്പിലേക്ക് പോയി നാട്ടുകാർ വിഗ്രഹം കണ്ടെത്തുകയും ക്ഷേത്രത്തിൽ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം പ്രതിഷ്ഠിക്കാൻ നിശ്ചയിച്ച വിഗ്രഹം അടുത്തുള്ള പറമ്പിൽ പ്രത്യേക ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചു. പിൽക്കാലത്ത് അത് ധന്വന്തരി ക്ഷേത്രത്തിന്റെ അകത്തേക്ക് മാറ്റി. ഈ പ്രതിഷ്ഠയാണ് ചെറുദേവർ എന്ന് അറിയപ്പെടുന്നത്. ചെറുദേവരെ മഹാവിഷ്ണു ആണെന്ന് സങ്കല്പിക്കുന്നത് വിഗ്രഹം കണ്ടെത്തിയ കുട്ടികൾ മഹാവൈദ്യന്മാരായ അശ്വിനി ദേവന്മാരാണെന്ന് വിശ്വസിച്ചു വരുന്നു. ഉപദേവതകളായി ശിവൻ, ഗണപതി, അയ്യപ്പൻ, വരാഹമൂർത്തി, ചെറുദേവർ, സർപ്പദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു. ആയുർവേദത്തിന്റെ ദേവനായ ധന്വന്തരി കുടികൊള്ളുന്ന ക്ഷേത്രം ആദ്യം നെല്ലുവായിലെ കുടുംബമായ കുട്ടഞ്ചേരി മൂസയുടെ ഉടമസ്ഥതയിലായിരുന്നു. ഈ കുടുംബത്തിനുള്ള ഓരോ ആൺകുട്ടികളും വൈദ്യപഠനം കഴിഞ്ഞാൽ ഇവിടെ വന്ന് 41 ദിവസം ഭജന ഇരിക്കേണ്ടതുണ്ട്. കേരളത്തിലെ മറ്റ് പ്രശസ്ത ആയുർവേദ വൈദ്യന്മാരും ഇവിടെ വന്ന് ഭജനമിരുന്നിട്ടുണ്ട്. വൈദ്യരത്നം PS വാര്യർ, ആര്യവൈദ്യൻ PV രാമവാര്യർ തുടങ്ങിയവർ ഇവരിൽ പ്രധാനികളാണ്. പ്രസിദ്ധമായ ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം. ഇവിടെ വരുന്നവർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണിത്.
ഈ ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും പരസ്പരം അഭിമുഖമായി നിൽക്കുന്നു എന്നാണ് വിശ്വാസം. പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീലകത്ത് വാഴുന്ന ധന്വന്തരി ഭഗവാന്റെ ധനുമാസത്തിലെ സ്വർഗവാതിൽ ഏകാദശിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷം. കൂടാതെ തുലാമാസത്തിലെ ധന്വന്തരി ജയന്തി, ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി, കർക്കിടക മാസത്തിലെ ഔഷധ സേവാ ദിനം തുടങ്ങിയവയും വളരെ വിശേഷമായി ആചരിച്ചു വരുന്നു. ഭൂപരിഷ്കരണ നിയമം വരുന്നതിന് മുൻപ് വളരെ മുൻപുണ്ടായിരുന്ന ക്ഷേത്രമാണ് നെല്ലുവായ് ക്ഷേത്രം. അതിനുശേഷം ഏറെക്കാലം ജീർണാവസ്ഥയിൽ കഴിഞ്ഞു. 1971 ജനുവരി 10 ഒരു നവീകരണ യോഗം രൂപീകരിച്ചു. കുട്ടഞ്ചേരി ക്ഷേത്രഭരണമുണ്ടായപ്പോൾ അവർ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ അഭിപ്രായം തേടി. തുടർന്ന് 1973 ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു ട്രസ്റ്റ് ഭരണമേറ്റെടുത്തു. 1979 ക്ഷേത്രഭരണം ദേവസ്വം ബോർഡ് നേരിട്ട് ഏറ്റെടുത്തു. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം. പ്രശസ്തമായ നെല്ലുവായ് സ്വർഗവാതിൽ വൈകുണ്ഠ ഏകാദശി 2025 ഡിസംബർ 30 ചൊവ്വാഴ്ചയാണ്.